എക്സാമിന്റെ ഡേറ്റ് വന്നു. ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും, എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാണ് മക്കളെ നമ്മുടെ എക്സാം? ഓഗസ്റ്റ് 20 നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. 27 തീയതി വരെയാണ് നമ്മുടെ എക്സാം ഉള്ളത്. 29 നിങ്ങളുടെ സ്കൂൾ അടയ്ക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയുള്ളത് 42 ദിവസം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 42 ഡേയ്സ് ഉണ്ടല്ലോ, ഒരുപാട് സമയമുണ്ടല്ലോ. പക്ഷേ മക്കളെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ്. കാരണം നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് തീർക്കാനുണ്ട്? നമ്മുടെ മുന്നിൽ അറൗണ്ട് 32 ചാപ്റ്റേഴ്സ്, 32ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുണ്ട് വെറും 42 ദിവസം. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും ഈ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയൊരു സമയമാണ്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഇതൊരു വെല്ലുവിളിയാണ്. ഓൾറെഡി പഠിച്ചു തുടങ്ങിയവർക്ക് നിങ്ങൾക്ക് റിവിഷനുള്ള സമയവും എല്ലാം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരോടാണ് പറയാനുള്ളത്, മക്കളെ ഇനിയെങ്കിലും സീരിയസ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ ഫസ്റ്റത്തെ എക്സാം ആണ്. കാരണം ഈ ഒരു കൊല്ലം നിങ്ങളുടെ സിലബസ് മാറിയിട്ടുണ്ട്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ എന്തായാലും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണ് ഈ ഒരു ഓണപരീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടി കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് മക്കളെ. പബ്ലിക് എക്സാമിലൊക്കെ നിങ്ങൾക്ക് മിനിമം 30% ഒക്കെ മാർക്ക് വേണം ഇപ്രാവശ്യം. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓണ എക്സാം ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് എക്സാമിന് തന്നെ നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ? ഫുൾ മാർക്ക് ആയിരിക്കണം. എങ്ങനെ പോയാലും നിങ്ങൾ ഈ ഫുൾ മാർക്കിൽ കുറവൊന്നും നിങ്ങൾ എയിം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഫുൾ മാർക്ക് നേടും എന്ന കോൺഫിഡൻസ് ഉള്ള മക്കളെ എല്ലാവരും ഇപ്പോൾ തന്നെ യെസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ എണ്ണമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ്, ബേസിക് സയൻസ്, സോഷ്യൽ, ഇതിൽ മൂന്നിലും കൂടി നമുക്ക് 11 ചാപ്റ്റേഴ്സും പ്ലസ് ലാംഗ്വേജസും ആണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മെയിൻ സബ്ജക്റ്റിനും അതേപോലെ അതിൻ്റെ കൂടെ ഈ ലാംഗ്വേജസ് പഠിക്കാനും നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. സോ പ്ലാൻ ചെയ്യണം, നേരത്തെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ജസ്റ്റ് പഠിച്ചു തീർത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പഠിച്ചു തീർത്ത കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാൻ, റെക്കലക്ട് ചെയ്യാൻ പറ്റണം. റിവിഷൻ പ്രോപ്പറായിട്ട് ചെയ്യണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇത്രയും ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. പഠിച്ചു തീർത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റണമെന്ന് ഒരു ഉറപ്പുമില്ല. സോ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. യെസ്, അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോടുകൂടി റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സിലബസ് ഫുള്ള് പഠിച്ച് തീർക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഓഗസ്റ്റ് സെക്കൻഡ് വീക്കോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എക്സാം എപ്പോഴാണ്? ഓഗസ്റ്റ് 20 നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സിലബസ് തീർക്കാനും റിവിഷനും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും എക്സാം നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂറോളം സമയം മാറ്റി വെക്കണം പഠിക്കാനും അതേപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഇനിയുള്ള സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിലപ്പെട്ടതാണ്. അത് പാഴാക്കി കളയരുത്. വേറൊന്നും ചെയ്ത് നിങ്ങൾ സമയം പാഴാക്കരുത്. വളരെ സീരിയസ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം? ഇനിയുള്ള ദിവസങ്ങളെ കാണണം. അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിനുള്ള സിലബസ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബാച്ചിൽ ഈ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും മോഡൽ എക്സാമും ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ നമ്മുടെ ബാച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി അറിഞ്ഞു കാണും, നമ്മുടെ യുവ ബാച്ചിൻ്റെ ഫൈനൽ ബാച്ച് ലോഞ്ച് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മക്കൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എങ്ങനെ നമുക്ക് അതിനനുസരിച്ച് ആ ദിവസം ചുരുങ്ങിയ ദിവസത്തിനനുസരിച്ച് എങ്ങനെ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം, എങ്ങനെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ബാച്ചിലൂടെ പറയുന്നുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിനേക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇനിയും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മക്കൾ എന്ത് ചെയ്യുക? വേഗം തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫീ വരുന്നത് ഒരു വർഷത്തേക്ക് 2499 ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ ഇവിടെ റെഡിയാണ്. ഓരോ ചാപ്റ്റർ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡൽ എക്സാംസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആണല്ലോ. അപ്പോൾ ഈ എക്സാമിൻ്റെ പാറ്റേൺ മാറി. അപ്പോൾ എങ്ങനെയാണ് പാറ്റേൺ വരിക എന്നുള്ളതൊക്കെ നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ മോഡൽ എക്സാം അതേപോലെ ചാപ്റ്റർ വൈസ് എക്സാംസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടെ എങ്ങനെയാണ് എക്സാമിനോടുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസ് ഒക്കെ തീർന്നിട്ടുണ്ട് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? റിവിഷൻ ആണ്, പ്രാക്ടീസ് ചെയ്യും ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്രാവശ്യം ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. ഇനി കുറേ ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ഇനി നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ ഇനി നമ്മുടെ മുന്നിൽ നോ എക്സ്ക്യൂസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ? ഇനി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എക്സാം ഇൻ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.